നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഇന്ന് ഒരു ചീരകൃഷിയുടെ കാര്യം പറയാണ് കേട്ടോ. അതായത് നമ്മൾ ചീരവിത്തിട്ട് മുളപ്പിച്ച് അത് പറിച്ചു നടാം, അല്ലെങ്കിൽ ആ മണ്ണിൽ തന്നെ നിർത്താം. ഇത് തന്നെ മുളച്ചതാണ്, ഇത് രണ്ടെണ്ണം പറിച്ചു നട്ടതാണ്. ഈ പറിച്ചു നട്ട തയ്യ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്ത പോലെ പ്രൂണിങ് ചെയ്തിട്ട് എങ്ങനെ ധാരാളം ഇലകൾ ഉണ്ടാക്കാമെന്നും, അതുകൂടാതെ വിത്തുൽപാദനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഈ കാർഷിക ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, അവർക്ക് ഏതെങ്കിലും ഒരു ഇനം ചീര കിട്ടിയിട്ടുണ്ട്, ആ ഇനം ചീരന്ന് മാക്സിമം എങ്ങനെ വിത്തെടുക്കുക എന്നുമാണ് നമ്മൾ ഈ ചീര കൃഷിയുടെ രണ്ട് മൂന്ന് വീഡിയോകളിൽ പറഞ്ഞു തരുന്നത്. ഇന്നിപ്പോൾ ചീര വിത്ത് എങ്ങനെ പാകി അത് മുളപ്പിക്കുന്ന കാര്യം വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് നമ്മുടെ മയിൽപ്പീലി ചീരയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പല പേരുകളിലും പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇതിന്റെ 2 വെറൈറ്റി ചീരകളുണ്ട്, അതിന് വ്യത്യസ്ത പേരുകളാണ്. അപ്പൊ ഇത് ഏത് ചീരയാന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും ഓരോ മണ്ണിനും ഓരോ കാലാവസ്ഥയ്ക്കും ഇതിൽ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇതിന്റെ ഭംഗി കണ്ടില്ലേ. അപ്പം നമുക്ക് ചീര കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ചീര വിത്ത് നമുക്ക് നല്ല വിത്ത്, അതായത് ഗവൺമെന്റ് ഫാമുകളിൽ കിട്ടും, കാർഷിക ഗ്രൂപ്പുകളിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് നമുക്ക് നല്ല വിത്ത് കിട്ടും. ഇതില് മൂപ്പ് കുറഞ്ഞ ചീരയുടെ വിത്ത്, അതായത് കുറച്ച് പ്രായം ആവുമ്പോഴേക്കും കതിര് വന്ന്, ഞാൻ പറഞ്ഞില്ലേ വെണ്ണീറിട്ടാൽ പെട്ടെന്ന് കതിര് വന്ന് ആ ചെടിയിൽ നിന്നുള്ള വിത്ത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണമേന്മ കുറയും. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ചില വിത്തുകള് അതേപോലെ മുളപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരി വന്ന അല്ലെങ്കിൽ പൂ വന്ന വിത്തുന്നെടുത്ത് ആയിരിക്കാം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ വിത്തെടുക്കാം എന്നുള്ള കാര്യം ഇതിൽ പറയും. അപ്പൊ നമുക്ക് വിത്ത് കിട്ടി, വിത്ത് പാകുകയാണ് അടുത്തത്. അപ്പൊ ഞാനത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പറയുന്നത് വിത്ത് പാകാൻ നമ്മൾ കുറച്ച് മണ്ണെടുത്തു, ആ മണ്ണ് ടെറസിലിട്ടിട്ട് നന്നായി ഉണക്കിയെടുത്തു. അതിൽ പ്രാണികളും ഉറുമ്പിന്റെ പുറ്റുകളും ചെതലുകളും ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി അത് ഒരു ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നിറച്ചു. ഈ നിറയ്ക്കുമ്പോൾ ഇതില് ഈ മണ്ണിന്റെ ഒപ്പം ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു. എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കിട്ട് കുഴച്ച് ചേർത്തിട്ട് വെച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഉറുമ്പ് വരാൻ സാധ്യത. അപ്പൊ നമ്മൾ ഫസ്റ്റ് മുളപ്പിക്കുമ്പോൾ ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് എടുക്കാം. ഇതിൽ നിർബന്ധമായും കൂട്ടേണ്ട ഒരു സാധനമാണ് കരിയിലയുടെ പൊടി. കരിയിലയുടെ പൊടി ചേർക്കുന്നതോടുകൂടി ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കും. എല്ലാവർക്കും അറിയാം, കരിയില വളരെ നൈട്രജൻ സമ്പുഷ്ടമാണ്. പിന്നെ അത് മണ്ണിൽ ചേരുമ്പോൾ മണ്ണ് റിച്ച് ആവുക എന്ന് പറയും. അപ്പൊ കരിയിലയുടെ പൊടി കൂടി നന്നായി ചേർത്തിട്ട് ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഇട്ടതിന്റെ ശേഷം അതിന്റെ മേലെ പാകുകയാണ് ചീരവിത്ത്. നല്ല ചീരവിത്ത് എടുത്തിട്ട് വളരെ കുറഞ്ഞ അളവിലെടുത്തിട്ട് മെല്ലെ പാകി കൊടുക്കുക. പാകി കൊടുത്തിട്ട് 2 രീതി ചെയ്യാം. ഒരു ഈർക്കല ഉപയോഗിച്ചിട്ട് മെല്ലെ മണ്ണിങ്ങനെ, ഡ്രൈ ആയ മണ്ണാണല്ലോ, മണ്ണിന്റെ മേലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പം ഈ നമ്മൾ ഉണ്ടാക്കുന്ന ചാലുകളിലേക്ക് ഈ വിത്തുകൾ ഇറങ്ങും. അല്ലെങ്കിൽ ഇതിന്റെ മേലെ പൊടിമണ്ണ് വിതറാം, മണലും മണ്ണും കൂടിയുള്ള പൊടിമണ്ണ്. ഇതാണ് ആകെ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ അടുത്തൊരു പ്രശ്നം ഉറുമ്പ് വരികയാണ്. ഉറുമ്പിനെ നമ്മൾ വരുത്തുകയാണ്. ഒന്ന് എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരും. അതുപോലെ മറ്റ് വളങ്ങളിൽ മറ്റ് പുഴുക്കളുടെ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉറുമ്പ് വരും. അതുപോലെ കടലപ്പിണ്ണാക്കിന്റെ വെള്ളം ഒഴിക്കുമ്പോൾ അത് ആദ്യം തന്നെ ഫസ്റ്റ് ഡേ ഒക്കെ ഇതിന്റെ മേലെ തളിക്കാൻ കടലപ്പിണ്ണാക്കിന്റെ വെള്ളം എടുത്താലും അതിന്റെ മധുരത്തിലേക്ക് ഉറുമ്പ് ആകർഷിക്കും. ഇതൊക്കെയാണ് ഉറുമ്പിനെ ആകർഷിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, വിത്ത് വിതറിയതിന്റെ ശേഷം വിത്തൊരു പാത്രത്തിലിട്ട് ചട്ടിയിലിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ ആ ചട്ടി മറ്റൊരു ബേസിനിൽ, ഒരു പ്ലേറ്റിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിൽ ഈ ചട്ടിയുടെ അടിഭാഗം വെക്കുക. അപ്പോൾ ഉറുമ്പ് അതിലേക്ക് കയറില്ല, യാതൊരു തരത്തിലുള്ള രീതിയിലും ഈ കീടങ്ങൾ ഇതിലേക്ക് വരില്ല. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വെച്ച ചട്ടിയുടെ ചുറ്റുഭാഗത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താൽ ചട്ടീൻ്റെ ഉള്ളിലല്ല, ചട്ടീൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിലും ഉറുമ്പ് ഈ ഇതിൻ്റെ അകത്തേക്ക്, ഈ ലെയറിൻ്റെ രേഖയുടെ അകത്തേക്ക് വരില്ല. പിന്നെ ചോക്കുണ്ട്, കൂറയ്ക്ക് വരയ്ക്കുന്ന, ഉറുമ്പിൽ വരയ്ക്കുന്ന ചോക്ക്, അത് വരച്ചു കൊടുക്കുക. അല്ല ഇനി അതൊന്നും ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ
ചെടിച്ചട്ടിയുടെ അരികിലായിട്ട് മഞ്ഞപ്പൊടി ഒരു ലെയർ ഇട്ട് കൊടുത്താലും ഒരു പരിധി വരെ ഉറുമ്പിനെ. അപ്പൊ ഇത് ചീര വിത്ത് മുളപ്പിക്കൽ. ഇനി വളരെ പെട്ടെന്ന് മുളച്ച് കിട്ടാൻ വിത്ത് പാകിയ പാത്രത്തിന്റെ അല്ലെങ്കിൽ ചട്ടിയുടെ മുകളിൽ ട്രാൻസ്പെറന്റ് പേപ്പർ കൊണ്ട് ഒന്നൊരു കെട്ടി, ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് പേപ്പർ കൊണ്ട് ഒരു കവറിങ് കൊടുത്ത് വലിച്ച് ഒരു തുണി ഉപയോഗിച്ചിട്ടോ ബാൻഡ് ഉപയോഗിച്ചിട്ടോ കെട്ടി വെച്ച് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ 2-ാം ദിവസത്തേക്ക് അത് പെട്ടെന്ന് മുള പൊട്ടും. അതിന്റെ പുഴുങ്ങൽ അവസ്ഥ വന്നിട്ട് പെട്ടെന്ന് മുള. അതും എളുപ്പത്തിൽ ചീര വിത്ത് മുളപ്പിക്കാൻ പറ്റിയൊരു മാർഗമാണ്. മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ചീര വിത്ത് മുളച്ചു കഴിഞ്ഞതിന്റെ ശേഷം വിത്ത് പാകി അന്ന് നനച്ചു. അത് കഴിഞ്ഞ് സാധാരണ വെള്ളം മാത്രം തളിച്ചു കൊടുത്താൽ മതി. കാരണം വിത്തിൽ തന്നെ അതിന് വളരാനുള്ള ഊർജമുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഒന്നും വളോ രാസവളോ ജൈവവളോ ഒന്നും ഇതിൽ തളിച്ചു കൊടുക്കണ്ട, ഒക്കെ കീടങ്ങളെ ആകർഷിക്കും. അപ്പോൾ നമ്മൾ വെള്ളം മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്തു, അതിങ്ങനെ മുളച്ചു വന്ന് ഇല വിരിയാൻ തുടങ്ങുമ്പോൾ, ചെറിയ ഇല വിരിയാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് പിന്നെ വളങ്ങൾ ചേർത്ത വെള്ളം ഒഴിക്കേണ്ടത്. ജൈവ രീതിയിൽ ചെയ്യണവർക്ക് അങ്ങനെ, രാസരീതിയിൽ ചെയ്യുകയാണെങ്കിൽ 1 സ്പൂൺ യൂറിയ അല്ലെങ്കിൽ 1/2 സ്പൂൺ യൂറിയ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. 2 ലിറ്റർ വെള്ളത്തിൽ 1/2 സ്പൂൺ യൂറിയ കലക്കിയിട്ട് വേറെ ചെടികൾക്ക്, ഇതിനൊക്കെ വളരെ കുറച്ച് മതി, വളരെ ഡൈലൂട്ടായിട്ട് ലൈറ്റ് സ്പ്രേ കൊടുക്കുക. ഒരു 4-5 ദിവസം മുളച്ച് 5 ദിവസം കഴിഞ്ഞാൽ ലൈറ്റായിട്ട് സ്പ്രേ കൊടുക്കാം യൂറിയ. ഏറ്റവും കുറഞ്ഞ തോതിൽ, കൂടിയ ചെടി കേടുവന്ന് പോകും കേട്ടോ. ഇനി അല്ല, നിങ്ങൾക്ക് ജൈവ രീതിയിൽ കൊടുക്കണമെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ വെള്ളം എടുത്തിട്ട് നല്ലോണം ഡൈലൂട്ട് ചെയ്ത്, അതായത് ഒരു ബക്കറ്റിലേക്ക് 1 കപ്പ് കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം അരിച്ചെടുക്കുക, വെള്ളത്തിൽ ഒഴിക്കുക. അത് സ്പ്രേ ആയിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ മേലെ മുളച്ചു വരുന്ന ചെറിയ, അതായത് മുളച്ച് 4 ദിവസം 5 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം വളം കൊടുത്താൽ മതി. സ്പ്രേ പോലെ ഇങ്ങനെ കൊടുക്കുക. അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മുളച്ചു വരുന്ന 5 ദിവസം കഴിഞ്ഞ് മുളച്ചു വരുന്ന, അല്ലെങ്കിൽ ഇല വിരിഞ്ഞിട്ട് 5 ദിവസം തന്നെ ആ ഭാഗത്തേക്ക് ഇല വിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. ഒരു 3-4 ഇലെങ്കിലും ഇങ്ങനെ കളറായിട്ട് ഇങ്ങനെ കാണുന്ന തരത്തിലേക്ക് എത്തുമ്പോഴാണ് വളം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗത്തിൽ കുറച്ചും കൂടി ഇല വളർച്ച, നൈട്രജൻ ആണ്, അതുകൊണ്ട് വേഗത്തിൽ ഇല വളർച്ച ഉണ്ടാവും, ഇല വലിപ്പത്തിൽ വരും. അങ്ങനെ നമ്മളിത് തുടർച്ചയായിട്ട് ഇത് മാത്രം വേണമെങ്കിൽ പൊടിവെള്ളം അടിയിൽ വിതറി കൊടുക്കാം, ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ വിതറി കൊടുക്കാം ചീരയ്ക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വേറെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, പൊടിവെള്ളം വിതറുക, നനയ്ക്കുക, അടിയിലും നനയ്ക്കുക. ഇപ്പം ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വയ്ക്കുമ്പോൾ മേലെ തട്ടുന്നതോടുകൂടി അടിയിൽ തട്ടും. ഇനി ഈ 5 ദിവസം കഴിഞ്ഞ് ഏകദേശം 10 ദിവസം ആയി കഴിഞ്ഞാൽ പിന്നെ പശുവിൻ്റെ അല്ലെങ്കിൽ ഇത് മൂത്രം കിട്ടും, ഗോമൂത്രം എന്ന് പറയും. ആ മൂത്രം, തൊഴുത്തുനിന്ന് വരുന്ന ആ ഗോമൂത്രം എടുക്കുക, അല്ലെങ്കിൽ അതിൽ കുറച്ച് ചാണകത്തോടു കൂടി ചേർന്നിട്ടുള്ളതാണെങ്കിൽ ആ മേൽഭാഗത്തു നിന്ന് കുറച്ചെടുക്കുക. 1 ബക്കറ്റിലേക്ക് 1/2 ഗ്ലാസ് ഈ ഗോമൂത്രം എടുക്കുക. അത് കിട്ടുന്ന ആള് അത് എടുത്തിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ മേലെ, ഭയങ്കര സ്മെല്ലായിരിക്കും, നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലയുടെ മേലും കടക്കിലും തണ്ടിലും ഒക്കെ ആ വിധത്തിൽ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്ത് വരും. ഇനിയിപ്പോൾ അത് കിട്ടാനോ എടുക്കാനോ തൊടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചാണകത്തിൻ്റെ കുഴിയിൽ ഈ ചാണകത്തിൻ്റെ മേലെ ഈ മൂത്രവും ചാണകവും കൂടി വന്ന് നിൽക്കുന്നുണ്ടാവും, അത് ഉപയോഗിക്കാം. ഇനി അത് ബുദ്ധിമുട്ടുള്ള ആളുകൾ രാസവളം എന്നുള്ളത് യൂറിയ കൊടുക്കാം. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ഈ ഗോമൂത്രം ഉപയോഗിക്കുമ്പോൾ അതിൽ കടലപ്പിണ്ണാക്ക് കൂടി മിക്സ് ചെയ്താൽ ഭയങ്കര പവറായിരിക്കും. അപ്പോൾ പെർസെൻറ്റേജ് കുറച്ചിട്ട് കുറഞ്ഞ തോതിൽ എടുത്തിട്ട് നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിന്റെ മേലെ ഒഴിച്ചു വെച്ചാൽ ഇതിന്റെ ഇലയ്ക്ക് തിക്കാവും ചെയ്യും, കളർ വെക്കുകയും ചെയ്യും, വളരെ വലിപ്പമുള്ള ഇലകളാവും ചെയ്യും. ചെയ്തു നോക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വളം ഉപയോഗിച്ച് വെള്ളം കൊണ്ട്, ഞങ്ങൾ ചെയ്യുന്നതാണ്, വളം ഉപയോഗിച്ച് വെള്ളം കൊണ്ട് ഇങ്ങനെ നനയ്ക്കും എല്ലാ ദിവസവും. അതുകൊണ്ടാണ് നനയ്ക്കുക. അപ്പോൾ മുളച്ചു വന്ന് 5 ദിവസം 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വളത്തിന്റെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. രാസവളം ആകുമ്പോൾ പൊള്ളി പോവും, വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് അരിച്ചെടുത്ത് ഒഴിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ മേലെ തരികൾ നിന്നാൽ ഉറുമ്പ് വീണ്ടും വരും. അപ്പൊ തൈ മുളച്ചു, ഇതിപ്പോ ഒരു 20 ദിവസത്തിലേറെ പഴക്കമായ ഒരു തൈയായി. മുളച്ചിട്ട് 20 ദിവസത്തിലേറെ. ഞാൻ പറഞ്ഞു, ഞാനിതിന് അത്യാവശ്യം നന്നായിട്ട് കമ്പോസ്റ്റൊക്കെ അടിയിൽ നന്നായിട്ട് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും, കടലപ്പിണ്ണാക്കിന്റെ വെള്ളം ഒഴിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല കളർ വെച്ചിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തൈ നട്ട് 20 ദിവസം ആയിക്കഴിഞ്ഞാൽ, വിത്തിട്ട് മുളച്ച് 20-25 ദിവസം ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൂണിങ് ചെയ്യുക, നമ്മൾ ആ ചെണ്ടുമല്ലി ചെയ്ത പോലെ. എൻ്റെ ഉദ്ദേശം ഇതിൽ നിന്നും മാക്സിമം വിത്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് പാലക്കാടാണ്, ഞാനിവിടെ വെച്ച് എൻ്റെ നാട്ടിലേക്ക് പോയി ഇതിന് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണങ്ങിപ്പോവും.
അപ്പോൾ ഏതായാലും നമ്മളത് നിങ്ങൾക്ക് ഞാൻ ചെയ്ത രീതികൾ, എൻ്റെ വിത്തുൽപാദന രീതികൾ ഞാൻ കാണിച്ചു തരികയാണ്. ഇപ്പോൾ നമ്മളൊരു തൈ 20-25 ദിവസമായ തൈയാണ്. അത്യാവശ്യം നല്ല വളം കൊടുക്കുന്നുണ്ട്, വെണ്ണീറൊന്നും കൊടുക്കുന്നില്ല. നൈട്രജൻ ഫോസ്ഫറസ് വളങ്ങൾ, പച്ചക്കറി വേസ്റ്റ് ഇട്ട് വെച്ച് എൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും, ഇടയ്ക്ക് കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുക്കും, ഇടയ്ക്ക് ചാണകത്തിൻ്റെ അല്ലെങ്കിൽ ഗോമൂത്രം വെള്ളം അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കരുത്തായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചീരയുടെ ഫസ്റ്റ് പ്രൂണിങ് ആണ്. നമുക്ക് ഈ തയ്യ് ഒന്ന് നോക്കാം. ഈ തയ്യിന് അടിയിലെ ബീജപത്രികളായിട്ടുള്ള 2 ഇലകൾ, 4 രണ്ടാമത്തെ തട്ട്, നമ്മളെ 3-ാമത്തെ തട്ട്, ഈ 3 തട്ട് കഴിഞ്ഞു. പിന്നെ ഒരു തട്ട് വന്ന് 4-ാമത്തെ തട്ടും ഒരു നാമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വലിപ്പമായി കഴിഞ്ഞാൽ ഏകദേശം വിത്തിട്ട് 25 ദിവസം അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു മാസം ആയാലും കുഴപ്പം, 25 ദിവസം ആയി, 20-25 ദിവസം ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, എനിക്ക് കറക്കിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വിത്തുൽപാദനം ഉണ്ട്. ഈ ചീര തൈയിൽ നിന്ന് മാക്സിമം വിത്ത് ഉണ്ടാക്കണം. എൻ്റെ ആവശ്യം അതാണ്. അപ്പോൾ അതിന് നിറച്ച് ബ്രാഞ്ച് വരണം, നിറച്ച് ഇലയും വരണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത്, നല്ല കത്രിക എടുത്തു, എന്നിട്ട് അടിയത്തെ ബീജപത്രിയുടെ ആ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു, ഇത് 2 എന്ന് പറഞ്ഞു, ഇത് 3 എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ 3 തട്ട് കഴിഞ്ഞ സ്ഥലം നമ്മൾ മുറിക്കുകയാണ്. ആ തട്ട് മുറിച്ചെടുത്തു. ഇനി ആ മുറിച്ചെടുത്തതിൻ്റെ ഭാഗങ്ങളിൽ നോക്കാം. ഈ ഇലഞ്ഞെട്ടിയുടെ ഇടയിൽ ഒരു നോഡ്, ഒരു പൊടിപ്പ് വന്നിട്ടുണ്ട്. ഈ ഇലഞ്ഞെട്ടിയുടെ ഇടയിൽ ഒരു പൊടിപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വരും 3, ഇവിടുന്ന് വരും 4, ഇതിൻ്റെ അടിയിൽ നിന്ന് 1, 5, 6 പൊടിപ്പ് വളരെ വേഗത്തിൽ വരും. ഇതപ്പം നമ്മൾ മുറിച്ചത് നിങ്ങൾക്ക് കാണാം. മുറിവായ നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ആ വെയിൽ സമയത്താണ് മുറിച്ചത്. ഇതിൽ ഫംഗസിനുള്ള മരുന്ന് തേക്കൽ അതൊന്നും ഇല്ല, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ മുറിച്ച ഇപ്പൊ ഇത്ര ഉള്ളതിന്റെ തലപ്പ് ഇങ്ങനത്തെ ഒരു 10, 20 അല്ലെങ്കിൽ 25 ചീര നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപ്പേരിക്ക് അല്ലെങ്കിൽ കറിക്കുള്ള സാധനമായി. കുറെ ചീരകൾ ഉണ്ടാവില്ല. നമ്മൾ വിത്തുൽപാദനത്തിന് വേണ്ടിയിട്ടാണ് മെയിൻ ഇത് ചെയ്യുന്നത് കേട്ടോ. ആ വിത്തുൽപാദനത്തിന് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്, മാക്സിമം ഇലയും കിട്ടും. അപ്പൊ നമ്മൾ ഈ ചീര തലപ്പ് ഞാൻ മുറിച്ചു. ഈ മുറിച്ച അന്ന് ഞാനിതിന് ഒരു വളമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ആയാലും ഫംഗസ്, ഒന്നാമത് ഈ ചീരത്തണ്ട് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അവിടെ പിളരും. അപ്പം അതിന് കണക്കാക്കി മുറിക്കണം. ഇവിടെ മുറിച്ചു. ഇനി നാളെ മുതൽ ഞാനിതിന് കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ ചാണകത്തിൻ്റെ സ്ലറി ഇങ്ങനത്തെ വളങ്ങൾ ഇങ്ങനെ സ്പ്രേ കൊടുക്കും. സ്പ്രേ മാത്രം കൊടുക്കും. സ്പ്രേ കൊടുക്കുമ്പോൾ തന്നെ കടക്കിലും വീഴും. ഇത് കൊടുക്കുമ്പോൾ ഇത് ബ്രാഞ്ച് പൊട്ടി വേഗത്തിൽ വരും. ചെണ്ടുമല്ലിയിൽ നിങ്ങൾ എന്ത് ചെയ്തോ അതേപോലെ നിങ്ങൾ ഇതിന് ഒരു ചെടി, എല്ലാ ചീരയും നിങ്ങൾ പരീക്ഷിക്കണ്ട, ഒരു ചീരയുടെ മേലെ ഇങ്ങനെ പരീക്ഷിക്കും. പക്ഷെ വളം കൃത്യം കൊടുക്കുക. ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ മേലെ ഈ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളവും അല്ലെങ്കിൽ ഗോമൂത്രം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഡയലൂട്ടഡ് വെർഷൻ, ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കൃത്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറുന്നതിനെ നിങ്ങൾക്ക് കാണാം. നല്ല തിക്കാവും. ഇല ഇതിൻ്റെയൊക്കെ ഒരില ഒരു കൈപ്പത്തിയുടെ അത്ര ഏകദേശമൊക്കെ വലിപ്പത്തിലേക്ക് പോകും. നല്ല വലിപ്പം വരും. അതിന്റെ കാരണം നമ്മൾ നൈട്രജൻ വളങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോൾ ഇതിന് ഇല വളരും. നമുക്ക് ഇല കൂടുതൽ ഉണ്ടാവുകയാണല്ലോ വേണ്ട ചീരക്ക്. ഈ ചീര മാക്സിമം വലിപ്പത്തിലേക്ക് എത്തി. ഇനി ഇപ്പൊ ഇത് മുന്ന് പൊടിച്ചു ഇലകൾ കുറെ വരും. ആ ഇലകൾ വരുമ്പോൾ നമ്മൾ 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ വീണ്ടും മുറിക്കും. അതാണ് പ്രൂണിങ്. ഈ ചീരയുടെ പ്രൂണിങ് തന്നെ നമ്മൾ ആ ഡേറ്റിന് കരുതി ചെണ്ടുമല്ലി മുറിച്ചതാക്കണ പോലെയല്ല. ആ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ബ്രാഞ്ച് വന്ന ബ്രാഞ്ചിന്റെ തലയൊക്കെ മുറിക്കും. അങ്ങനെ നിങ്ങൾ നന്നായി മുറിച്ചെടുത്തുകൊണ്ടേയിരിക്കുക. പക്ഷെ ഓരോ തവണ മുറിച്ചെടുത്താലും പിറ്റേ ദിവസം തൊട്ട് നൈട്രജൻ വളങ്ങൾ നല്ലോണം കൊടുക്കും. ഒരു തവണയും പൊട്ടാഷ് ഉപയോഗിക്കരുത്. അതേപോലെ ഇപ്പോൾ കൂട്ടുവളങ്ങൾ 18 ആയാലും 19 അതൊന്നും ഒന്നും ഉപയോഗിക്കരുത്. കാരണം പൊട്ടാഷ് കിട്ടിക്കഴിഞ്ഞാൽ വേഗം പോരും. നമ്മളുടെ ആവശ്യം മാക്സിമം ഇല കിട്ടുക എന്നുള്ള. അപ്പൊ ഈ ചീരയ്ക്ക് മാക്സിമം ഇല കിട്ടുക. അപ്പൊ നമ്മൾ മുറിച്ചു. ഇനി ഇത് നാളെ മുതൽ ഇതിന് വളം കൊടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ഇടവിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു ദിവസം ഇടവിട്ട് വളങ്ങൾ കൊടുത്തതിന്റെ ശേഷം കടക്കിൽ പൊടിവളങ്ങൾ വെതറും. അതിന്റെ തുടർച്ചയായിട്ട് ഇത് വലുതായി വരുമ്പോൾ അതിന്റെ ഇലകൾ, കൊമ്പുകൾ ഇങ്ങനെ മുറിച്ച്, ഇല പൊട്ടിച്ചെടുക്കരുത്, കൊമ്പായിട്ടുള്ള ഭാഗങ്ങൾ മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ പറയാം, എനിക്ക് 90 ചീരയിൽ നിന്ന് ഒരു 4 വർഷം മുന്നേ ഞാൻ ഒരു പ്രൊജക്ട് ചെയ്തതാണ്. കോട്ടക്കില് മുനിസിപ്പാലിറ്റിയിൽ ഒരു ചീര ഗ്രാമം എന്ന് പറഞ്ഞിട്ട് വളാഞ്ചേരിയും കോട്ടക്കിലും അതിലേക്ക് വേണ്ട വിത്ത് ഉൽപ്പാദിപ്പിച്ച് 90 ചീരയിൽ നിന്നും നന്നായിട്ട് 2 ഗ്രാമങ്ങളിലേക്കുമുള്ള മാക്സിമം വിത്ത് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ആ
അതിന്റെ പ്രാക്ടിക്കലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. ഇതുപോലെ തന്നെ ഈ വളാഞ്ചേരി ചീരഗ്രാമം പുറമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ചെയ്തിട്ടും അവർക്കും നമ്മൾ കൊടുത്ത 250 ഗ്രാം വിത്ത് നമ്മൾ അവർക്ക് ഇതിനു വേണ്ടി പ്രൊജക്ടിന് വേണ്ടി കൊടുത്തു. അവരുടെ ഉൽപാദനം കഴിഞ്ഞ് ചീര ഉണ്ടാക്കിയതിന്റെ ശേഷം ഏകദേശം അതിലേറെ വിത്ത് എനിക്ക് തിരിച്ചു തന്നു മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ചീര കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ജൈവവളങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാർദ്ദവമായിരിക്കും. രാസവളങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ജൈവവളങ്ങൾ വയ്ക്കാം. പച്ചക്കറി കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, അതൊക്കെ അതിന് ഉപയോഗിക്കാം എന്നേ പറയുള്ളൂ. വേണ്ട ആളുകൾ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് വെള്ളം കൊടുക്കാം. അതേപോലെ തേങ്ങ വെള്ളം പുളിപ്പിച്ചതിൻ്റെ ശേഷം, തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ട് പുളിപ്പിച്ചതിൻ്റെ ശേഷം അതിലേക്ക് കടലപ്പിണ്ണാക്കം കൂടി ഇട്ടിട്ട് അത് പിറ്റേ ദിവസമോ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കണം. ധാരാളം ഇല ഉണ്ടാവുന്നതിനും ചീര തഴച്ചു വളരുന്നതിനും സഹായിക്കും. അപ്പോൾ ഈ ചീരക്കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. ചീര വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ നല്ല മാർഗമാണ്. അല്ലാതെ ഇത് ചീര ഇങ്ങനെ നീണ്ടു വന്നിട്ട് നമ്മൾ ഒന്നും മുറിക്കാതെ നീണ്ടു വന്ന് ചില ആൾക്കാർ ഇല മാത്രം മുറിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് വളഞ്ഞൊരു കതിര് വരും. അതിൽ വളരെ കുറച്ച് വിത്തേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ ഇലഞ്ഞെട്ടിയുടെ ഇടയിലും ഏകദേശം ഈ വിരൽ വണ്ണമുള്ള നോഡുകൾ, വിത്തിൻ്റെ ബോളുകളുണ്ട്, സീഡ് ബോളുകൾ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇലഞ്ഞെടുക്കുകളിലൊക്കെ ഒരു ചെടിയുടെ അടി തൊട്ട് മുകളിലെ എല്ലാ നോഡുകളിലും കുറച്ചു കാലം കഴിയുമ്പോൾ ചീരയുടെ മൂപ്പായി വരുന്ന സമയത്ത് സീഡിന്റെ നോഡുകൾ, ബോളുകൾ ഉണ്ടാവും. അതിൽ നിന്നും ധാരാളം വിത്തുകൾ കിട്ടും. ചെയ്തു നോക്കുക കേട്ടോ. ഞാൻ ചെയ്ത റിസൾട്ട് കിട്ടിയ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളും ചെയ്തു നോക്കുക. പക്ഷെ ചീര കേടാവാതെ നിങ്ങൾ സംരക്ഷിച്ച് വളമൊക്കെ കൊടുത്ത് നിർത്തുക. പൂവിടാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രം കുറച്ച് വെണ്ണീർ അല്ലെങ്കിൽ ജൈവ പൊട്ടാഷോ എന്തെങ്കിലും പൊട്ടാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരടിക്കും വിത്ത് കൂടുതലുണ്ടാവും. ആ വിത്തുകൾക്ക് വലിപ്പം കൂടുതലുണ്ടായിരിക്കും, ക്വാളിറ്റിയും കൂടുതലുണ്ടായിരിക്കും. താങ്ക് യു.